ഹായ് കൂട്ടുകാരെ, ഹായ്. നമ്മൾ എവിടെയാ നിൽക്കണേ? കറിവേപ്പിള്ളി തണ്ണിമത്തൻ തോട്ടത്തിൽ. ഇങ്ങോട്ട് കാണിക്കാം. ഇവിടെ എത്ര തരം തണ്ണിമത്തം ഉണ്ട്? 4 ടൈപ്പ്. സാധാ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. സാധാ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് തണ്ണിമത്തനൊക്കെ ഉണ്ടോ? ഓറഞ്ച് തണ്ണിമത്തനുണ്ട്. ഇത് കിരൺ ടൈപ്പാണ്. സാധാ അങ്ങേറ്റം, ഓറഞ്ചും യെല്ലോയും അങ്ങേറ്റത്. ഇത് മൊത്തം ഇത് എത്ര സ്ഥലമുണ്ട്? ഇത് എന്തോരം ഉണ്ട്? 4 ഏക്കറിലാണ്. എൻ്റെ കൂട്ടുകാരൻ ശ്രീജിത്താണ് വർക്ക് ചെയ്തിരുന്നത്. ആണോ? ഇതേണ്ട നിറച്ച് തണ്ണിമത്തം ഉണ്ടായിക്കണോ? അടി കൊള്ളാം. ഇതിനെങ്ങനെ ഭാരമുണ്ടോ പറിക്കാൻ? ഇല്ല, 2-2.5 കിലോ 3 കിലോ വരും. അതല്ല ഞാൻ ചോദിച്ചത്, മറ്റേ ഈ ഞെട്ട് പൊട്ടിക്കാൻ എളുപ്പമാണോ? ഞാൻ ഒരെണ്ണം പൊട്ടിച്ചോട്ടെ? എനിക്ക് ഒരെണ്ണം കാണിച്ചു തന്നാൽ മതി, ഞാൻ പൊട്ടിക്കാം. ഇത് പിടിച്ചേ. അത് മൂത്താണോ? ഇതല്ലേ? ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. യെല്ലോ കളറാണ്. ഇത് മൂത്താണ്, നല്ലപോലെ മൂത്താണ്. ഇത് ഏത് കളറായിരിക്കും? ഇത് ഞാൻ പറഞ്ഞില്ലേ, റെഡ് കളറാണ്. അതിൻ്റെ അകത്ത് കിരൺ അതിൻ്റെ പേര്. കിരൺ. പിന്നെ മറ്റേ വലിയ തണ്ണിമത്തം കാണിച്ചു തന്നെ. വലിയ തണ്ണിമത്തം അങ്ങേറ്റത്തേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങേറ്റത്താണോ ഇത്? ഇവിടെ ഓറഞ്ച് യെല്ലോയാണ്. ഓറഞ്ച് എല്ലാം തീർന്നു ഏകദേശം. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇവിടെ ഇത് അവിടെ ഒരു യെല്ലോ കിടക്കുന്നുണ്ട്. വാ, ഇതൊരു യെല്ലോയാണ്. വാ, ഇത് വേണമെങ്കിൽ പിടിച്ചോ. വലിപ്പം വയ്ക്കില്ല. അത് യെല്ലോ. പറിച്ചോ. മൂത്ത യെല്ലോയാണ്. യെല്ലോ കിരൺ. ഇത് യെല്ലോ കിരൺ. അത് ലെഫ്റ്റ് ഇത് യെല്ലോ, ഇത് കിരൺ. അല്ല സോറി, ഇത് കിരൺ, ഇത് യെല്ലോ. യെല്ലോ ചിലത് ഈ വെയിലിന്റെ ചൂടിന്റെ പ്രശ്നം തോന്നുന്നു. മൂത്ത് പൊട്ടിയാണോ? മൂത്ത് പൊട്ടി നമ്മൾ ഇതൊന്നും ചെയ്തല്ലോ. പക്ഷെ ഇതുവരെ ഉണ്ടല്ലോ യെല്ലോ കളറ് തണ്ണിമത്തം തിന്നിട്ടില്ല. ആണോ? അവിടെ ഞാൻ സാമ്പിൾ തരാം. ഇത് യെല്ലോയാണ്. കൊട്ടിയിട്ടെ ഉണ്ടോ? ഇത് എത്ര ഏക്കറയാ? 4 ഏക്കർ. 4 ഏക്കർ തണ്ണിമത്തൻ തോട്ടാണ്. കണ്ടോ, നീണ്ട് കിടക്കാം. തീരാറായപ്പോഴാണ് വരുന്നത്. അല്ല, ഇപ്പോഴല്ലേ ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ സംഭവം. പക്ഷെ ഞങ്ങൾ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും തണ്ണിമത്തൻ ഇങ്ങനെ ഉണ്ടാവുന്നത് ഞാനിത് ആദ്യമായിട്ടാണ്. കഴിച്ചു നോക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഇത് എങ്ങനെയാ ഇവിടുന്ന് കൊണ്ടുപോകണം? എങ്ങനെയൊക്കെയാ ഇവിടെ വന്നിട്ട് മേടിച്ചോണ്ട് പോകണം? ഇത് ഓരോന്നൊക്കെ ആയിട്ട് കിട്ടോ? ഒരെണ്ണായിട്ട് വന്നിട്ട് ഇവിടുന്ന് പറിച്ചോണ്ട് പോകാൻ പറ്റുമോ? അല്ല, പറിച്ചോണ്ട് വന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാശ് കൊടുത്ത് മേടിക്കാന്നാണ്. ഓക്കെ. വീഡിയോ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു മഞ്ഞ ഒരു കിരണ പറഞ്ഞില്ല, ബാക്കി നേരത്തെ പറിച്ചാ. ഇനി ഒരു കൊട്ടയ്ക്കുള്ള സാധനമായോ? തീർന്നോ? ഇത് ഇനി പറിക്കുന്നുണ്ടോ നിങ്ങള്? അവസാനിച്ചു. ഇന്നത്തെ പറക്കൽ അവസാനിച്ചു. ഇപ്പൊ സമയത്രേ 5:34. ഇവരുടെ ഡ്യൂട്ടി ഇവർ അവസാനിപ്പിച്ചു. കുഴി ചാടാണ്ട് പോക്കോളണം കേട്ടോ. ഇതാണ് തണ്ണിമത്തൻ്റെ ഇല. ഇതേപോലെ ചെടിയിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ വള്ളിയിലാണ് ഇതിങ്ങനെ പടർന്നുണ്ടായേക്കണം. കണ്ടോ, നല്ല ഭംഗിയില്ലേ? നമ്മുടെ പൈനാപ്പിൾ അല്ല, ഇതെന്താ തണ്ണിമത്തത്തോട്ടൻ. പറ, ശ്രീജിത്ത്. ഇതാണ് ഈ ചേട്ടനാണ് ഇതിന്റെ ഓണർ അല്ലേ? ഇതെങ്ങനെ ചേട്ടൻ നട്ട? അതും കൂടി ഒന്ന് പറഞ്ഞ.
സീക്രട്ട് പറഞ്ഞ അയ്യോ അങ്ങനെ പറയല്ലേ. ആ പറഞ്ഞോ. ഇത് നമ്മുടെ തന്നെ ഒരു 2.5-3 മാസത്തെ എഫേർട്ടിന്റെ ഫലമാണ് ഈ കാണുന്നത്. അടിപൊളി. 2-3 മാസം 2-3 മാസത്തെ നമ്മുടെ എഫേർട്ടിന്റെ ഫലമാണിത്. നിറച്ചുണ്ടായിരുന്നു. 4 ടൈപ്പ് ഉണ്ട്. സാധാ, കിരൺ, യെല്ലോ, ഓറഞ്ച്, പറ 4 ടൈപ്പ് ഉണ്ട്. ഇനി വെള്ളയൊക്കെ വെള്ളം ഇവിടെ ഓപ്പൺ പ്രൊസഷൻ ആണ്. ഇത് മറ്റേ ഇതല്ലേ, മോട്ടർ അടിച്ച് പൈപ്പിൽ വെള്ളം കൊടുത്തിരിക്കണം. ഡെയിലി നനയ്ക്കോ? ഡെയിലി നന വേണ്ട, വേണ്ട. ഇടവിട്ട ദിവസങ്ങളിൽ നല്ല രീതിയിൽ നന കൊടുക്കുന്നുണ്ട്. ഏത്ത പൈപ്പ് ഇട്ടിട്ടുണ്ട്. പൈപ്പിലൂടെയാണ് നമ്മൾ ഈ വരമ്പ് ഇതേപോലെ ഇങ്ങനെ. അതെ, ഇതെല്ലാം മൾച്ചിട്ടേക്കണല്ലോ. മൾച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് പൈപ്പുണ്ട്. അപ്പൊ 3 മാസം കൊണ്ട് ഒരു തണ്ണിമത്തനാവൂലേ? 3 മാസം കൊണ്ട് പറിച്ചു തീരും. ഓക്കെ. അപ്പൊ ഇവിടെ വന്നാ നമുക്ക് തണ്ണിമത്തൻ കഴിക്കാം. കണ്ട് കൊതി മാറുന്നവരെ കാണാം അല്ലേ? നമുക്ക് തിന്നണതും കൂടി കാണാം എന്തായാലും. ഇത് തണ്ണിമത്തൻ തോട്ടം നിറച്ച്. ഇത് സാധാ തണ്ണിമത്തൻ. ഒരു 10 കിലോ 15 കിലോ 12 കിലോ വരും കേട്ടോ. 12 കിലോയോ ഒരു തണ്ണിമത്തൻ? 15 കിലോ 12 കിലോ വരാൻ തണ്ണിമത്തനാണ്. മൊത്തം തണ്ണിമത്തൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം. ആഡി കുഞ്ഞ് തണ്ണിമത്തൻ. ഇതൊക്കെ 52 ദിവസത്തിനുള്ളിൽ വലുതാവോ? 51-52 ദിവസത്തിനുള്ളിൽ വലുതാവണതാണത്. കൊള്ളാട്ടോ, നല്ല ഭംഗി. കുഞ്ഞിത് അതിൻ്റെ ഇല കണ്ടോ? ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കണ്ട. ഇതവര് വിൽക്കാൻ വേണ്ടി തിരിച്ച് വെച്ചേക്കണതാണ് അതൊക്കെ. മഞ്ഞ തിന്നിട്ടില്ല. നീ തിന്നോ? അത് പിള്ളേർക്ക് കൊടുക്കും. ഞാൻ തിന്നട്ടെ. വീട്ടില് റെസ്റ്റ് വേണം. പോയി എല്ലാം പോയി. യൂട്യൂബ് വീഡിയോ എല്ലാം പോയി. ഇത് യൂട്യൂബ് വീഡിയോയിൽ ഇത് പിടിക്കുന്നു. ഇത് കേട്ടാ ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് മേടിച്ച് തിന്നാം.